നമ്മൾ എത്രത്തോളം വലിയ വലിയ പുണ്യമായ അമലുകൾ ചെയ്താലും ഉഹദ് മലയോളം വലിപ്പമുള്ള സൽക്കർമ്മങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു വെച്ചാലും അള്ളാഹുവിന്റെ കരുണയില്ലാതെ എനിക്കും നിങ്ങൾക്കും ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 നമ്മൾ നിന്ന് വിട പറയുകയാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 നമ്മൾ നിന്ന് വിട പറയുമ്പോൾ ഈ പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് തൊണ്ട വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ കാരുണ്യം, പടച്ചവന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ അല്ലാഹു എനിക്ക് 10 ദിവസം നൽകിയിട്ട് അത് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പടച്ചവനെ, എന്നെക്കാളും വലിയ നഷ്ടവാളി ആരാണ്? ഈ റമദാൻ കൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് സ്വന്തമായിട്ട് പെട്ടെന്ന് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കരുണയില്ലാതെ, ആ പടച്ച റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സയർഹമുഹുമുല്ലാഹു ഫീ 5 മവാളിഅ. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാ. ഈ ദുനിയാവ് മുതൽ പടച്ചവനെ ഈ കാണുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നുമല്ല, ഇതിനപ്പുറത്തൊരു 5 അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നുണ്ട്. ആ 5 അവസരങ്ങളിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുന്ന ഒന്നാമത്തെ സമയമേതാണ്? അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങളുണ്ട്, 5 രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ആ 5 രംഗങ്ങളിൽ ഒന്നാമത്തെ രംഗം ഏതെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ സഹോദരായി. നടക്കുന്ന വഅദ് നടക്കുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കടോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഈ സദസ്സ് മുഴുവനും വളയം ചെയ്തിരിക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പക്ഷേ ഞാനും നിങ്ങളും എത്ര കണ്ണു തുറന്നു നോക്കിയാലും ആ മലക്കുകളെ കാണാൻ കഴിയില്ല. അതിനുള്ള പവർ നമ്മുടെ കണ്ണിനില്ല, അതിനുള്ള ശക്തി നമ്മുടെ കണ്ണിനില്ല. എന്നാലും മലക്കുകളെ കാണുന്ന ഒരു സമയമുണ്ട്, മലക്കുകളെ ലൈവായി കാണുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് മലക്കുകളെ കാണുന്നതെന്നറിയുമോ? ഫകശഫിനാ അൻ ഗദിതാക ഫബസറുകൽ യൗമ ഹദീദ്. ആകാശലോകത്ത് നിന്ന് 70 മുതൽ 70,000-ഓളം വരുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കണ്ണിന് പവർ തരികയാണ്. ഞാൻ ആ രംഗം കാണുകയാണ്, മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം കാണുകയാണ്. പടച്ചവനെ, അവരെന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ മലക്കുകളെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അതാ നമ്മുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവര് നമ്മുടെ റൂഹ് പിടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ.
ഉണ്ടല്ലോ, അതാ പടച്ചവനെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അതാ മക്കളടുത്തിരിക്കുന്നുണ്ട്, വാപ്പയടുത്തിരിക്കുന്നുണ്ട്, ഉമ്മയടുത്തിരിക്കുന്നുണ്ട്, കൂടപ്പിറപ്പുകളും ഭാര്യയും എല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെല്ലാവരും സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന നമ്മുടെ ചാരത്തിരുന്നിട്ട് പറഞ്ഞു തരികയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ വായിലേക്ക് സംസം വെള്ളം ഒഴിച്ചു തന്നിട്ട് അവരെല്ലാവരും നമ്മുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ ചാരത്ത് വന്നിരുന്ന് പറഞ്ഞു തരികയാണ്. ആ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യന് മരിക്കുന്ന സമയം അവന്റെ ജീവിതത്തിൽ അവസാനമായി അവന്റെ നാവ് കൊണ്ട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ ചെയ്തവനാണെങ്കിലും നോമ്പ് പിടിച്ചവനാണെങ്കിലും നിസ്കരിച്ചവനാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിന്റെ നാവിന് ശക്തി വേണോ? അല്ലാഹുവിന്റെ കരുണ വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയത്ത് ഇനി ആര് പറഞ്ഞു തന്നാലും, നിന്റെ അടുക്കൽ വന്ന് ആര് പറഞ്ഞു തന്നാലും അത് പറയാൻ നിന്റെ നാവിന് ശക്തി ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ തന്നെ വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണം. നമ്മുടെ വലിയ ഒരു ആഗ്രഹമാണ്. കാരണം അത് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമാണ് പ്രതിഫലം. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് അത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. അത് പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ സമയത്ത് അള്ളാഹു കരുണ കാണിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരണമെന്നറിയുമോ? പടച്ചവനെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ ഉണ്ടല്ലോ, പടച്ചവനെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു. സുബഹി നമസ്കാരത്തിന് വേണ്ടി ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോവുകയാ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ അതാ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി ഇമാമായി കയറി നിൽക്കുകയാണ്. പടച്ചവനെ അവിടുന്ന് നേതൃത്വം കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. സൂറത്ത് ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. ഉമർ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. പടച്ച റബ്ബേ, അതാ പള്ളിക്കകത്തേക്ക് കടന്നു വന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് ആ വിഷം കടർത്തിയ കടാര എവിടെന്ന് കുത്തിക്കേറ്റുകയാണ്. പടച്ചവനെ, അതാ ഉമർ തങ്ങളെ കുത്തിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 17ഓളം വരുന്ന സ്വഹാബത്തിനെ എവിടെന്ന് പരിക്കേൽപ്പിക്കുകയാണ്. പടച്ചവനെ, ആ മനുഷ്യൻ എവിടെന്ന് ഇറങ്ങിപ്പോയി. ഉമർ
ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. പടച്ചവനെ, അവിടുന്ന് നമസ്കാരം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ അതാ ഒരു മനുഷ്യനെ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിനെ കുത്തിമലർത്തിയിട്ട് ഇറങ്ങി പോകുമ്പോ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പോലും അവിടെ നിന്ന് കൈയടിച്ചില്ല, ഒരാള് പോലും പേടിച്ചോടിയില്ല. എല്ലാവരും നമസ്കരിക്കുകയാണ്. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, പുറകിൽ നിൽക്കുന്നവർക്ക് അനുവാദം കൊടുത്തു കേറി ഇമാമത്ത് നിൽക്കാൻ. അങ്ങനെ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. പുറകിൽ നിന്ന് സ്വഹാബി അവിടെ നിന്ന് മുന്നോട്ട് കയറി നിന്ന് നിസ്കരിക്കുകയാണ്. തന്റെ കാൽച്ചുവട്ടിൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് മരണവപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോഴും അവിടെ നിന്ന് സ്വഹാബത്ത് നിസ്കരിക്കുകയാണ്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് സ്വഹാബത്ത് കടന്നു വന്നു. ഉമർ തങ്ങളിന് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന്. അവിടെ നിന്ന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അവസാനമാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ച റബ്ബേ, എല്ലാവരും അടുത്തു വന്ന് വിളിച്ചിട്ട് ഉമർ തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും വന്ന് ഉമർ തങ്ങളെ വിളിക്കുന്നുണ്ട്. ഉമർ തങ്ങളെ കണ്ണ് തുറക്കുന്നില്ല. അപ്പോഴാണ് ഉമർ തങ്ങളുടെ മകനാ പള്ളിക്കകത്ത് നമസ്കരിക്കുന്നുണ്ട്. ആ പൊന്നുമകനാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ വാപ്പ എഴുന്നേൽക്കണമെങ്കിൽ എന്റെ വാപ്പയുടെ ചെവിയിൽ പോയിട്ട് ആരെങ്കിലും പറ നമസ്കരിക്കാൻ സമയമായെന്ന്, നമസ്കരിക്കാൻ സമയമായെന്ന് എന്റെ പിതാവിന്റെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പറയണേ. അങ്ങനെ ഉമർ തങ്ങളുടെ ചെവിയിൽ ചെന്ന് നമസ്കരിക്കാൻ സമയമായെന്ന് പറയുമ്പോ ഉമർ തങ്ങൾ അവിടെ നിന്ന് കണ്ണു തുറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകൻ വന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന പിതാവിന്റെ തലയെടുത്ത് മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകന് അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, മോനെ, നിന്റെ വാപ്പയുടെ തല നിന്റെ മടിയിൽ നിന്ന് എടുത്ത് താഴേക്ക് വെക്കുമോനെ, ആ മണ്ണിലേക്ക് ഉമറിന്റെ തല വെക്കുമോനെ. ആ മണ്ണിൽ കിടന്ന് പിടയുമ്പോഴെങ്കിലും അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, ആ മണ്ണിൽ കിടന്നിട്ട് ഞാൻ പിടയുന്ന സമയത്തെങ്ങാണ് എന്റെ റബ്ബനോട് കരുണ കാണിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും അത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സാഹചര്യമേതാ? രണ്ടാമത്തെ സാഹചര്യമേതാ? നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഒരു ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ചു. ആരുടെ മണ്ണിലേക്ക് ഒരു ജനാസ കൊണ്ടുവച്ചു. ആ ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ അദാബിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും അതിനകത്ത് നിന്ന് അതിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി സാധാരണ സ്വഹാബി
സ്വഹാബിയല്ല. ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടോ. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ് നബി തങ്ങൾ തള്ള വിരൽ കുത്തിയിട്ട് നടന്നു പോയത്. പടച്ചവനെ, ആ സ്വഹാബിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, പറ സ്വഹാബ സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ ഖബർ രണ്ടു ഭാഗത്ത് നിന്ന് ഞെരുക്കി സ്വഹാബ. നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോഴാണ് ആ ഞെരുക്കമൊന്ന് അല്ലാഹു കുറച്ചു കൊടുത്തതെന്ന് നബി തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ സ്ഥലം ഖബറിന്റെ അദാബാണ്. മൂന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യുന്ന സമയമുണ്ടല്ലോ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു കോടതിയുണ്ടല്ലോ. ആ മസ്സറയിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നന്മ തിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അത് വലത് കൈകൊണ്ട് വാങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. അഞ്ചാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. ആ പാലം കടന്നിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ കടന്നു പോകണോ? അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരാൾക്കും അതിന് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ 5 സ്ഥലങ്ങളിൽ, 1 മരണസമയം, 2 ഖബറിനകത്ത്, 3 ഹിസാബിന്റെ വേള, 4 നന്മ തിന്മ എഴുതിയ കിതാബ് തരുന്ന സമയം, 5 സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ 5 സമയത്തും അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കരുണ ചോദിക്കാൻ അല്ലാഹു 10 ദിവസം തന്നു. ഇന്ന് 10ാമത്തെ നോമ്പല്ലേ? 10ാമത്തെ നോമ്പല്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾക്കൊക്കെ ഇന്ന് 10ാമത്തെ നോമ്പ്, എനിക്ക് 11ാമത്തെ നോമ്പ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് 10 നോമ്പായല്ലേ? ഞാൻ 1ാമത്തെ നോമ്പിന് മക്കയിലായിരുന്നു, ഉംറയ്ക്ക് പോയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു നോമ്പ് കൂടുതൽ കിട്ടി. അൽഹംദുലില്ലാ, അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ ഉംറയ്ക്ക് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് നേരത്തെ നോമ്പ് പിടിച്ചു. പക്ഷെ നാട്ടിൽ വന്ന് 31 നോമ്പ് കിട്ടി എനിക്ക്. അൽഹംദുലില്ലാ, ഒരു ഭാഗ്യമല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് അതിൽ വലിയ ഭാഗ്യമല്ലേ? ഒരു നോമ്പ് കൂടുതൽ പിടിക്കാൻ പറ്റിയ അത്രേ കാര്യമല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈ പ്രാവശ്യം 30 നോമ്പ് നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തൊരു ഒരു സ്നേഹമില്ലാത്തവരിക്കണേ. ഇവിടെ റമദാനിലെ ഒരു നോമ്പിന് പകരം തലകുത്തി ഇനി ജീവിതകാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും പറ്റൂല. ഒരു നോമ്പിന് അത്രയും പ്രതിഫലമാണ്. സത്യം പറഞ്ഞാൽ ഈ ഉസ്താദന്മാരൊക്കെ നോമ്പിൻ്റെ പ്രതിഫലം പറയും. ഞങ്ങൾ പറയുന്നതൊന്നുമല്ല നോമ്പിൻ്റെ പ്രതിഫലം. നമ്മൾ പറയും സ്വർഗം കിട്ടുമോ അത് കിട്ടുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതാ സത്യം. നോമ്പ് പിടിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി. അതുകൊണ്ട് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം അള്ളാഹ്ക്ക് അറിയത്തുള്ളെന്ന്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചേ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി റഹ്മത്തിൻ്റെ 10 തീരുകയാണ്. റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടോ? റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഇനി നമ്മുടെ കയ്യിലുള്ളത് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഒരുപാട് ഇനി നമുക്ക് സമയമില്ല. ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ നോക്കാം. താജുദ്ദീൻ ആരിമി ഉസ്താദ് വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. താമസ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നേടിയെടുക്കുവാനുള്ള വഴിയെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഭാഗ്യം നമുക്കുണ്ടാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്താലാണ് എളുപ്പത്തിൽ നമുക്കൊരു നല്ല മരണം കിട്ടുന്നത്? നമുക്കൊരു നല്ല മരണം കിട്ടാൻ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള എളുപ്പ വഴി എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല മരണം തരും. നല്ല മരണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഷഹാദത്ത് കലിമ ആര് പറഞ്ഞു തരുമെന്ന് മാത്രം ഞാൻ പറയാം. 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് പറയുമ്പോഴേ പേടിയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്റായിലിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ളുഹറിന് പള്ളിയിൽ പോയാൽ മതി. 5 വഖത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ കവാടത്തിൽ അസ്റായിൽ കാത്തു നിൽക്കുമെന്ന. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മനുഷ്യനെ ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്ന മുഖത്തോടെ മുസാഫഹത്ത് ചെയ്ത് സ്വീകരിക്കുമെന്ന നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവർ. എന്നിട്ട് നിനക്കൊരു ഉപദേശവും തരും. ആ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറുന്ന മനുഷ്യനോട് വാതിൽ നിന്നുകൊണ്ട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുമത്രേ, ഈ നിസ്കാരം നീ നിലനിർത്തുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് എന്നെ ഇതുപോലെ തന്നെ കാണാം. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഒരാളെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ, പെങ്ങളെ നീ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ഉളുവെടുത്തിട്ട് മുസല്ലിയിലേക്ക് കയറുമ്പോൾ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് വാതിലിന്റെ ഭാഗത്ത് നിന്ന് അസ്റായിൽ പറയുമത്രേ, നീ ഇത് നിലനിർത്തുകയാണെങ്കിൽ പടച്ചവനെ, ഞാൻ നിന്റെ മുമ്പിലേക്ക് റൂഹ് പിടിക്കാൻ വരുന്ന രംഗമുണ്ടല്ലോ, ആ രംഗത്തിലും പടച്ചവനെ ഇതുപോലെ നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. അല്ലാതെ മറിച്ചാണെങ്കിൽ അല്ലാ, എന്റെ യഥാർത്ഥ രൂപം നീ കാണുമെന്ന് അസ്റായിൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് അവിടുന്ന് ചരിത്രം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദര, 5 വഖത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു സമാധാനമില്ലടോ, ഒരു സമാധാനമില്ലടോ. പടച്ചവനെ, പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. അതാ കടയാകട്ടെ, കച്ചവടമാകട്ടെ, യാത്രയാകട്ടെ, പടച്ചവനെ നിസ്കരിക്കണം നിസ്കരിക്കണമെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ. ബാങ്ക് വിളിച്ചു, എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത ഒരു പ്രയാസമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ മരിക്കുമ്പോൾ അല്ലാഹു നിനക്ക് തരുന്ന മരണം എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും, അത് വീട്ടിലാണോ, റോഡിലാണോ, വാഹനത്തിലാണോ, ആകാശത്തിലാണോ, കടലിലാണോ, കടലിനടിയിലാണോ, നീ എവിടെ കിടന്നു മരിച്ചാലും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, ആകാശത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്, ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്നു. പടച്ചവനെ, നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. വല്ലാതെ സങ്കടപ്പെടുകയാണ്, വല്ലാതെ വേദനിക്കുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ. ആ സമയത്ത് നീ കടന്ന് പ്രയാസപ്പെടുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ അടുക്കൽ ഇരുന്നിട്ട് പറയുകയാ, അല്ലാ തഖാഫൂ, എന്തിനാ നീ ഭയക്കുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കുകയാണ്, നിന്നോട് പറയുന്നു, നീ പേടിക്കരുത്, സങ്കടപ്പെടരുത്. അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു
അല്ലാഹു നിനക്ക് തരാനുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗമിതാണ്. ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാണ്. നിസ്കരിക്കുന്ന പെങ്ങള് ഭർത്താവിന്റെ ആവശ്യമില്ല, മക്കളുടെ ആവശ്യമില്ല, കൂടപ്പറപ്പിന്റെ ആവശ്യമില്ല, മാതാപിതാക്കളുടെ ആവശ്യമില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഉമ്മമാരെ ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്ക് പറഞ്ഞു തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും, പടച്ചവനെ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാണ് ഞങ്ങള്. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാണ് ഞങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ കരുണ ലഭിക്കാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, പടച്ചവനെ ഈമാനുള്ള ഒരു മരണം കിട്ടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളുപ്പ വഴി 5 വഖത്ത് നമസ്കാരമാ. ഒരു മടിയും കാണിക്കരുത്, ഒരു അലസതയും കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് മുറുകെ പിടിച്ച അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല മരണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനാണ് പറയുന്നത് നല്ല മരണം തരാമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരലംഭാവം കാണിക്കല്ലേ. നിനക്കതിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ്, ആ നമസ്കാരത്തിന്റെ ഗൗരവം നിനക്കറിയാഞ്ഞിട്ടാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവന് കടന്ന് നിസ്കരിക്കണം, കടന്ന് നമസ്കരിക്കാൻ പറ്റാത്തവന് കൈകാലുകൾ അനക്കി നമസ്കരിക്കണം. അതിനു പറ്റാത്തവന് പടച്ചവനെ കണ്ണ് ചലിപ്പിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ നിസ്കരിക്കുന്നവനെ പോലെ ആ ഹൃദയം കൊണ്ടെങ്കിലും നിസ്കരിക്കണേ എന്ന് പഠിപ്പിക്കുമ്പോ, നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ അകത്ത് ആ ഒരു വിഷയത്തിൽ വല്ലാതെ അലംഭാവം കാണിക്കുന്നവരാണ്. റമളാൻ മാസമാണല്ലോ, പടച്ചവനെ ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണല്ലോ. ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി അല്ലാഹു തരുമല്ലോ. എന്നിട്ട് എത്ര പേരാണ് നമുക്ക് വല്ലാത്ത മടിയാണ്, നമുക്ക് വല്ലാത്ത അലസതയാണ്. ഇത്രയും വലിയ പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്ന റമളാൻ, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. എന്നിട്ട് നമ്മൾ ഈ റമളാൻ മാസത്തിൽ പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ അലംഭാവവാ. തറാവീഹ് ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി തേടിയിട്ട് നടക്കുന്നവരാ നമ്മൾ. ഏറ്റവും എളുപ്പം എവിടെയാണ് തറാവീഹ് തീരുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവിടേക്കാ പോകുന്നത്. നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യനിഷ്ഠത പുലർത്തുന്നില്ല. നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നന്നായാലല്ലേ നമ്മുടെ മക്കൾ നന്നാകൂ. ബഹുമാനായ സുബൈർ ഉസ്താദ് ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് പറഞ്ഞു, ഇന്നത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു, ഇന്നത്തെ കുട്ടികളുടെ സ്കൂളിലെ സെൻഡ് ഓഫിനെ കുറിച്ച് പറഞ്ഞു, ആ കുട്ടികൾ പോകുന്ന രംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ മാതൃകയാക്കുന്നത് ആരെയാ? മാതാപിതാക്കളെ. ഈ മക്കൾ കണ്ടുപഠിക്കുന്നത് ആരെ? മാതാപിതാക്കളെ. ആ മാതാപിതാക്കൾക്കാണല്ലോ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത്. ഏത് മാതാപിതാക്കളെ? ഇതിനെല്ലാം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയല്ലേ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെന്ന് പറഞ്ഞാൽ ആരാ? മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കള് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട്
പടച്ചവനെ എൻ്റെ മാതാവും എൻ്റെ പിതാവും നല്ലവരാണ്, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞ ആ മനുഷ്യന് സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? സിറാജ് മരിച്ചതിന് ശേഷം 4 പേര് പറഞ്ഞാൽ മതി, ഞാൻ നല്ലവനാണെന്ന്, എനിക്ക് സ്വർഗമുണ്ട്. സ്വർഗം നിർബന്ധമാണ്. മൻ നസിന അലൈഹി അർബഅതു ഖൈറ വജബതു ലഹുൽ ജന്ന. സ്വർഗം നിർബന്ധമാണ് 4 പേര് നല്ലത് പറഞ്ഞാൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ പറയോ നമ്മൾ മരിച്ച 4 പേര് നല്ലത് പറയോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണ, പറയോ? ഇൻഷാ അല്ലാഹ്. എന്തേ മുഖത്തൊരു ചിരി? പറയൂ ഉസ്താദെ, പറയൂ ഉസ്താദെ. ഏതെങ്കിലും 4 പേര് പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട 4 പേര് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ 4 പേരിൽ ഒരാൾ ആരാന്നറിയാവോ? നിന്റെ സ്വന്തം മക്കള്. നിന്റെ സ്വന്തം മക്കൾ അള്ളാഹിനോട് പറയണം, പടച്ചവനെ എൻ്റെ വാപ്പയും ഉമ്മയും നല്ലവരാ, നീ സ്വർഗം കൊടുക്കണേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ. നമ്മുടെ മക്കള് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് പറയണം? പറയോ? നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങളുടെ മക്കൾ അള്ളാഹിനോട് പറയോ? പറയോ? എവിടെ പറയാ? നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മക്കൾക്ക് നല്ലതുപോലെ അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അള്ളാഹുവിനോട് പറയണം നമ്മൾ നല്ലവരാണെന്ന്. അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായാലല്ലേ, നമ്മൾ നല്ലവരായാലല്ലേ നമ്മുടെ മക്കൾ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സാബിത്ത് ബിൻ ഇബ്രാഹിം, മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനാണ് സാബിത്ത് ബിൻ അസ്ലം തങ്ങള്. ആ സാബിത്ത് ബിൻ അസ്ലം തങ്ങള് ലോകത്തോട് വിട പറയുകയാ. മഹാനവറുകളെ ലോകത്തോട് വിട പറഞ്ഞു. പടച്ച റബ്ബേ, എവിടെ നിന്നാണ് ജനങ്ങൾ വന്നതെന്നറിയില്ല. സാബിത്ത് ബിൻ അസ്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. അല്ലാഹുവേ, ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങൾ കടന്നു വരികയാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണുന്നവര് പറയുന്നു, എന്തൊരു പ്രകാശമാ, മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. ഇതെന്തു മരണമാണ് പടച്ചവന്, ഇതെന്തു മരണമാണ് തമ്പുരാന്. കാണുന്നവര് മുഴുവനും അത്ഭുതത്തോടെ പറയുന്നു, സാബിത്ത് ബിൻ അസ്ലം തങ്ങൾ ഉറങ്ങുകയാണ്. പലരും വന്ന് വിളിച്ചു നോക്കുന്നു, എഴുന്നേക്കുമോ എന്ന്. എല്ലാവരും പറയുന്നു, മനോഹരമായ മരണം, നല്ല മരണം, നല്ല മരണം, നല്ല മരണം. അവസാനം സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ചു. അതാ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. അവിടെ നിന്ന് ജനാസ കബറടക്കുകയാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കാണാമെന്നിരുന്നു. അല്ലാഹുവേ, അന്ന് ജനാസ കബറടക്കിയിട്ട് പലരും പള്ളിയിലാണ് കിടന്നുറങ്ങിയത്. അതാ കുറച്ച് ആൾക്കാര് പള്ളിക്കകത്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തു. സുബഹിക്ക് വേണ്ടി എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. നമസ്കാരം കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, സാബിത്ത് ബിൻ അസ്ലം തങ്ങളെ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. അല്ലാ, പള്ളിക്കകത്ത് കടന്നവരും നാട്ടുകാരും പറയുകയാണ്, ഇന്നലെ കൊണ്ടുപോയി കബറടക്കിയ സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന മനുഷ്യന് ഞങ്ങൾ സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് കണ്ടതെന്നറിയുമോ? സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടവര് പറയുകയാണ്, എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ? അല്ലാഹുവേ, അതാ പടച്ചവനെ കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായിട്ട്, കബറിനകത്ത്
പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടിരിക്കുന്നത്. സുബഹിക്ക് പള്ളിയിൽ വന്നവര് പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ഓരോരുത്തരും പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവര്, അവസാനം എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുകയാ. അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു ചെന്നു. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചെറിയ മകളുണ്ട്. ആ മകളുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ, അവിടെന്ന് പറയുന്നു, റഅയ്നാ സാബിതൻ യുസല്ലി ഫീ ഖബരിഹി. പൊന്നുമോളെ, നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടിരിക്കുന്നു മോളെ. അതുകൊണ്ട് നിന്റെ വാപ്പയ്ക്ക് ഇതുപോലെ ഒരു പ്രതിഫലം കിട്ടാൻ നിങ്ങളുടെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? മരിച്ചുപോയ വാപ്പയുടെ ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു രാവ് നേരം വെളുത്തപ്പോ ആ പൊന്നാര മകളുടെ മുമ്പിലേക്ക് ജനങ്ങളെ കടന്നു വരികയാണ്. ആ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ആ പൊന്നുമോളോട് ചോദിക്കുന്നു, മോളെ, നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ആ പൊന്നുമോള് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആ പൊന്നുമോള് തന്റെ വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോ ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് വെളുപ്പാങ്കാലത്തെ സുബഹിക്ക് എഴുന്നേക്കുന്നത് എന്നെ ആരും വിളിച്ചിട്ടല്ല. ഒരാളും എന്നെ വിളിക്കാറില്ല. വിളിക്കാതെയാണ് ഞാൻ സുബഹിക്ക് എഴുന്നേക്കുന്നത്. എങ്ങനെയാണ് എഴുന്നേക്കുന്നതെന്നറിയുവോ? എന്റെ വാപ്പയുടെ കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ടാ. എന്റെ വാപ്പ കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നത്. എന്റെ വാപ്പ കരയുകയാണ്. ഞാൻ എഴുന്നേക്കുമ്പോ കേൾക്കുന്ന ദുആ ഏതെന്നറിയോ? എന്റെ വാപ്പ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്റെ വാപ്പ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? اللهم إن كنت أعطيت أحدا الصلاة في قبره. അല്ലാഹുവേ, ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ അനുവാദം കൊടുക്കുന്നെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അല്ലാ. എനിക്ക് ദുനിയാവിലിരുന്ന് നിസ്കരിച്ചു മതിയായില്ല പടച്ചവര്. എനിക്ക് ദുനിയാവിലിരുന്ന് നിസ്കരിച്ചു മതിയായില്ല പടച്ചവര്. അതുകൊണ്ട് ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ അനുവാദം കൊടുത്താ ആ ഭാഗ്യം എനിക്ക് തരണേ അല്ലാ. എന്റെ വാപ്പയുടെ ദുആയാ, എന്റെ വാപ്പയുടെ ദുആയാ. എന്റെ വാപ്പയുടെ ഈ ദുആ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നതെന്ന് സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നാര മകളപടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടത് നമ്മളാണ്. നമ്മുടെ മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പടച്ചവനെ, നീ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാണ്. രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നു, നിനക്ക് നല്ല മരണം തരാ. പടച്ചവനെ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് നിന്നെ സമാധാനിപ്പിക്കുകയാണ്, നിനക്ക് സ്വർഗം കാണിച്ച് സന്തോഷിപ്പിക്കുകയാണ്. ആ മലക്കുകൾ തന്നെ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും പറയുന്നത് നല്ല മരണം കിട്ടാ ദുആ ചെയ്യണേ എന്നാ. സഹോദരാ, അത് എളുപ്പമുള്ള കാര്യമല്ല, അത് എളുപ്പമുള്ള കാര്യമല്ല. അല്ലാഹുവിന്റെ കരുണ ലഭിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം കിട്ടൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ തമ്പുരാര്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനാണ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കടോ. റഹ്മത്തിന്റെ 10 വിട പറയാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ മുമ്പിലേക്ക് അവർ കടന്നു വരുമ്പോ അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട്, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ എന്ന ഒരു നീയത്തോടെ അല്ലാഹുവേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. ഒരിക്കലും നഷ്ടമാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നഷ്ടമാകില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ മാറ്റും, അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ സദഖയ്ക്ക് പവറുണ്ടെന്ന് പറയുമ്പോ നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, റോഡിലൂടെ നടന്നു പോകുന്നവരാ, ഏതെല്ലാം രീതിയിലുള്ള അപകടങ്ങൾ കാണുന്നവരാണ്. സഹോദരാ, നീ കൊടുക്കുന്ന ഈ ഒരു ചെറിയ സദഖയുണ്ടല്ലോ, ആ സദഖയിലൂടെ അല്ലാഹു നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ കഴിയുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, സഹോദരിമാരെ, ഉസ്താദേ, എനിക്ക് രോഗമാണ്, എന്തു മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, എന്തെല്ലാം മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുണ്ടല്ലോ, രോഗം മാറാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. നിന്റെ ഏതു മാരകമായ രോഗമാണെങ്കിലും ആ രോഗം മാറാൻ നബിതങ്ങൾ ഒരു വഴി പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. പെങ്ങളെ, സംഘാടകർ ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുത്തോ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം, നിന്റെ രോഗം അല്ലാഹു ശിഫയാക്കുകയാണ്. ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളെ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി തരുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഒരു സദഖ കൊടുക്കുന്നുണ്ടോ അവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടോ, അവരുടെ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് കരിച്ചു കളയണേ അല്ലാ. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. അതാണ് നമ്മൾ ക്യാൻസർ വന്നു ടെസ്റ്റിന് അയക്കുമ്പോൾ സദഖ കൊടുക്കും. ഐസിയുവിനകത്ത് കിടക്കുന്നു, സർജറിക്ക് പറഞ്ഞു, അപ്പൊ നമ്മൾ സദഖ കൊടുത്ത് ചികിത്സിക്കും. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ അല്ലാഹു പരിപൂർണ്ണ ശിഫ കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഉംറയ്ക്ക് പോയപ്പോൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കിയ സഹോദരനാണ്. പെട്ടെന്ന് ശരീരത്തിൽ ബ്ലഡ് കുറഞ്ഞു. ഇപ്പം എറണാകുളം ഹോസ്പിറ്റലിൽ മജ്ജയിൽ നിന്ന് ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം രോഗങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ 14 കിലോ ഞാൻ കുറഞ്ഞു. പഴയ ആളെ പോലെയല്ല, ഇപ്പം ഞാൻ എല്ലാം തോലുവായി.
എനിക്ക് 10-15 കിലോ 1.25 ഞാൻ കുറേ ഒരു 1.5 മാസം മുമ്പ് സുഖമില്ലാതെ ഇവിടെ കാസർഗോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത്. ശരീരം നല്ലതുപോലെ ക്ഷീണിച്ചു. എന്താണെന്നറിയില്ല. അള്ളാഹു ശിവ നൽകുമാറാകട്ടെ, അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഉസ്താദിന് എന്താന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, തടി ഇത്തിരി കുറഞ്ഞെന്നേ ഉള്ളൂ. അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകുമാറാകട്ടെ. അത് പല കാര്യങ്ങളും. ഇപ്പം രോഗം വന്നെന്ന് പറഞ്ഞ് മരിക്കുമോ? ഒരാളുടെ ശരീരം ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് മരിക്കുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുമോ? ട്യൂമർ വന്നു എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുമോ? ശരീരം തളർന്നു എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുമോ? എന്നാ പടച്ചോനെ, ചുമ്മാതെ നടക്കുന്നവൻ വീണ് മരിച്ചു പോകുന്നതോ? മരിക്കണമെങ്കിൽ രോഗമൊന്നും വേണ്ട, സമയമായാൽ മതി. സമയമായാൽ മരിക്കും. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. ആ അവസാന സമയം നന്നാകണമെങ്കിൽ ഒന്നാമത്തെ വഴി എന്താ? 5 നേരം നിസ്കരിച്ചാൽ മാത്രം മതി. 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നല്ല മരണം അള്ളാഹു തരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്ത് ചെയ്യുക? നിസ്കരിക്കുക. 2, ഇനി എളുപ്പത്തിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി, അള്ളാഹു നമുക്ക് എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ക്ഷമിക്കുക. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം, രോഗമോ സങ്കടമോ ദുഃഖമോ എന്തെങ്കിലും തന്നാൽ ക്ഷമിക്കുക, അൽഹംദുലില്ലാ പറയുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തു പറയാ? എന്തു പറയാ? എന്തു പറയാ? സുഖമാണോ? സുഖമാണോ? ഇത് മതി. നമുക്ക് അള്ളാഹുവിന്റെ കരുണ ലഭിക്കും. അള്ളാഹു ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം, ജീവിതത്തിൽ എന്ത് പ്രയാസം, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, സങ്കടമാകട്ടെ, സാമ്പത്തിക പ്രശ്നമാകട്ടെ, എന്തു പ്രയാസം തന്നാലും എന്ത് ചെയ്താൽ മതി? അൽഹംദുലില്ലാ പറയുക. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയണം? സുഖമാണെന്നാണോ പറയേണ്ടത്? അൽഹംദുലില്ലാ എന്നാണോ പറയേണ്ടത്? ഏതാ പറയണ്ടേ? സുഖമാണോ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിൽ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നബി തങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ എനിക്ക് സുഖമാ നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരാൾ പുറകിൽ കയറി വന്നു. അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ എന്ന്. ആ സുഖമാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, ആ ചങ്ങാതി തന്നെ ചോദിച്ചു, എനിക്ക് ദുആ ഇല്ല നബിയെ, എനിക്ക് ബർക്കത്തില്ലേ നബിയെ. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് പറ, സുഖമാണോ? സുഖമാണോ? അള്ളാഹു നമുക്ക് എന്ത് പരീക്ഷണം തന്നാലും, എന്ത് വലിയ സങ്കടം തന്നാലും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹു നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ തരും. നമുക്ക് അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തും, മാരകമായ രോഗങ്ങൾ തരും, മക്കളെ മരിപ്പിക്കും, സാമ്പത്തികമായി അള്ളാഹു തകർത്ത് കളയും. എല്ലാ പരീക്ഷണങ്ങളും നീ തരുമ്പോ നീ പറയണം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അതാ പടച്ചവനെ, ഒരു മനുഷ്യന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകന്റെ റൂഹ് പിടിച്ചിട്ട്
മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കും, എന്റെ അടിമ എന്തു പറഞ്ഞെന്ന്, എന്റെ അടിമ എന്തു പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ പറയുന്നവൻ അൽഹംദുലില്ലാ പറഞ്ഞു പടച്ചവര്, അവൻ നിന്നെ സ്തുതിക്കുന്നു പടച്ചവര്. ആ സമയത്ത് അല്ലാഹു പറയുമത്രേ, നിങ്ങളൊരു കൊട്ടാരം പണിയാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയാ പറയുകയാണ്. ആ കൊട്ടാരത്തിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ്. ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയാണ്. അതാർക്കുള്ളതാണെന്നറിയുമോ? അത് അൽഹംദുലില്ലാ പറഞ്ഞവർക്കാ, അത് അൽഹംദുലില്ലാ പറഞ്ഞവർക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതു പ്രയാസത്തിലും അൽഹംദുലില്ലാ പറയടേ. പണ്ട് നമ്മുടെ ഉമ്മമാർ അടുക്കളയിൽ ഉപ്പ് തീർന്നാൽ, പൻസാര തീർന്നാൽ, അരി തീർന്നാൽ പടച്ചവനെ അവര് പറയുമായിരുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അൽഹംദുലില്ലാ പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? സാധാരണ ഒരു പ്രതിഫലമല്ല, സാധാരണ ഒരു പ്രതിഫലമല്ല. അത് പറഞ്ഞു പഠിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണ് നബി തങ്ങളുടെ മുമ്പിൽ കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയെ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയെ. പടച്ചവനെ, വല്ലാത്ത വേദനയാ, വല്ലാത്ത പ്രയാസമാ. വായിലൂടെ പതയും നുരയും വരുന്ന അപസ്മാരമെന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ആ രോഗമൊന്ന് മാറാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് ചെന്നിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറഞ്ഞ മറുപടി, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചാ അല്ലാഹു നിനക്കതിന് പകരം സ്വർഗം തരും. നിനക്ക് സ്വർഗം വേണോ, രോഗം മാറണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഞാൻ അതാ, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പകരം അല്ലാഹു സ്വർഗം തരും. ഏതു വേണം? ആ അപസ്മാര രോഗിയായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദുആ ചെയ്യണ്ട നബിയേ, ദുആ ചെയ്യണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞ ആ പെണ്ണങ്ങ് മടങ്ങി പോവുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ സഹിക്കാൻ തയ്യാറാണ്, വേദനകൾ മുഴുവനും സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞ് നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് പോയിട്ട് ആ സ്വാലിഹത്തായ പെണ്ണിന് വിധങ്ങളുടെ മുമ്പിലേക്ക് രണ്ടാമതും മടങ്ങി വരികയാ. ഈ കാസർഗോഡിന്റെ പരിസരത്തുള്ള എന്റെ പെൺകുട്ടികളെ പഠിക്കണേ, എന്റെ സഹോദരിമാര് പഠിക്കണേ. ആ സ്വാലിഹത്തായ പെണ്ണിന് വിധങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. രോഗം മാറാനല്ല, പിന്നെ എന്തിനാണ് ദുആ ചെയ്യണമെന്ന് പറയുന്നതെന്നറിയുമോ? ഈ അപസ്മാര രോഗം എപ്പോ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഞാൻ ഈ രോഗം വന്ന് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അന്യ പുരുഷന്മാര് എന്റെ ഔറത്ത് കാണുന്നു നബിയേ. അതുകൊണ്ട് ഈ രോഗം വന്ന് ഞാനങ്ങ് ബോധം കെട്ട് വീഴുമ്പോ എന്റെ ഔറത്തൊന്ന് തുറക്കാതിരിക്കാറ് അവിടെ നിന്ന് ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് വന്ന് പറയുമ്പോ, സഹോദരിമാരെ, അപസ്മാര രോഗം വന്നിട്ട് പടച്ചവനെ തളർന്നു വീഴുമ്പോ തന്റെ ഔറത്ത് വെളിവായിട്ട് പടച്ചവനെ ആ സമയത്ത് പോലും ജനങ്ങൾ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് രോഗം വന്ന് വീഴുമ്പോ എന്റെ ഔറത്തൊന്ന് പുറത്തേക്ക് കാണാതിരിക്കാൻ
എന്റെ വസ്ത്രം മാറാതിരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് നബി തങ്ങളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ രോഗം വന്ന് ബോധമില്ലാതെ വീഴുന്ന സമയത്ത് പോലും ഒരാൾ തന്റെ ഔറത്ത് കാണുന്നത് ആ സഹോദരി ഇഷ്ടപ്പെടുന്നില്ല. എന്നാ ഒരു രോഗവുമില്ലാതെ ബോധത്തോടെ നടക്കുമ്പോ തന്റെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഇന്നത്തെ പെണ്ണുങ്ങളെ പഠിക്കണം. ഇന്നത്തെ പെൺമക്കള് പഠിക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെല്ലാം കണക്ക് പറയണമല്ലോ. വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഫർദയും ഹിജാബും ധരിച്ച കയ്യിലെ തസ്ബീഹ് പിടിച്ച ഉമ്മ, താടിയും തഴമ്പുമുള്ള എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മക്കള് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മുഴുവനും നീയല്ലേ ചുക്കാൻ പിടിക്കുന്നത്, നീയല്ലേ അനുവാദം കൊടുക്കുന്നത്, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് നീയല്ലേ. മക്കളുടെ കാര്യം വരുമ്പോ നീതി മറക്കുകയല്ലേ, ഇസ്ലാമിന്റെ നിയമം മറക്കുകയല്ലേ, നിന്റെ ആദർശം മറക്കുകയല്ലേ, എന്തിനും നീ കൂട്ടുനിൽക്കുകയല്ലേ. പ്രിയപ്പെട്ട വാപ്പാ, രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, പുഴുത്തു നാറിയവരെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് ജനങ്ങൾ കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന രീതിയിൽ നാളെ നാണം കെടുത്തിയിട്ട് അല്ലാഹു പരലോകത്തേക്ക് ചിലരെ കൊണ്ടുവരികയാ. അവരെ കാണുമ്പോ ജനങ്ങൾ മൂക്കുപൊത്തുമടോ, അവരെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുമടോ. അങ്ങനെ ചിലരെ നാളെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബിതങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു മുഖത്ത് നോക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ കരുണയില്ലാതെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ ആ പരലോകത്ത് അല്ലാഹു മുഖത്ത് നോക്കാത്ത ഒരു വാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിന്റെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, നീ തങ്ങളാണോ, വലിയാണോ, മഹാനാണോ, ഹാഫിളാണോ, ഹാജിയാരാണോ, നീ എത്ര ഇബാദത്ത് ചെയ്യുന്നവനാകട്ടെ, അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല, അല്ലാഹു നിന്നോട് സംസാരിക്കില്ല. ഒരു കരുണയുടെ അനുഗ്രഹവും നിനക്ക് അല്ലാഹു തരൂല. ആരാണ് നബിയേ, ആരാണ് നബിയേ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ തെറ്റാണെന്ന് നിനക്കറിയാ. ഉസ്താദേ, ഉപ്പാ, നിനക്കറിയില്ലേ നിന്റെ മക്കളെ കാണിക്കുന്നത് തോന്നിവാസമാണെന്ന്? എന്തെല്ലാം വൃത്തികേടുകളാണ് പടച്ചവനെ ഫർദ ധരിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ കാണിക്കുന്ന പേക്കൂത്തുകൾ അന്യമതസ്ഥര് പോലും കാണിക്കില്ലടോ, വേറെ ഒരു സമുദായവും കാണിക്കില്ല. ഈ സമുദായത്തിനെ പോലെ അധാർമികമായ ജീവിതം നയിക്കുന്നവർ പേടിയില്ലടോ. ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾക്കെന്ന് പേടിയില്ല. കാരണം അവർക്ക് പരലോകവുമൊന്നും വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. അവർക്ക് ഖബറുണ്ടെന്നും ഹിസാബുണ്ടെന്നും വിചാരണയുണ്ടെന്നും സിറാത്തുണ്ടെന്നും ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ല. അങ്ങനത്തെ ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത മാതാപിതാക്കള് എത്ര നോമ്പ് പിടിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, എന്തെല്ലാം പുണ്യകർമ്മം ചെയ്താലും നിന്നെയൊന്നും അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണ് അപസ്മാര രോഗം വന്നിട്ട് താഴേക്ക് വീഴുമ്പോ ഇങ്ങനെ കിടന്ന് കൈയും കാലൊക്കെ വിറയ്ക്കും, ഇരുമ്പോ എന്തെങ്കിലും കൈ കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ പെണ്ണിന്റെ ഔറത്ത് ഇങ്ങനെ തുറന്നു പോകാറുണ്ട്. നബിതങ്ങളോട് പറഞ്ഞു ദുആ ചെയ്യാൻ. എന്തിന്? ആ വീഴുന്ന സമയത്ത് പോലെ എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ. ഇപ്പം നമുക്ക് ബോധമുണ്ട് ഈ സമയത്ത് നമ്മൾ കാണിക്കുന്നത്
എന്ത് റഹ്മത്ത്, എന്ത് മഗ്ഫിറത്ത്, എന്ത് നരകമോചനം. റമളാനിന്റെ ആദ്യത്തെ 10 ആകുമ്പോൾ പെണ്ണുങ്ങൾ പർച്ചേസിനിറങ്ങും, കടകൾ കയറി ഇറങ്ങാം. ഇനി പെരുന്നാളിന്റെ വസ്ത്രം എടുക്കണം, ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. വസ്ത്രം എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ സഹോദരിമാരൊരു കരുണ കാണിക്കണം. ആ കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അവൻ നോമ്പുകാരനായിരിക്കും, അവനൊരു പാവപ്പെട്ടവനാ. അവനോട് നിങ്ങൾ കരുണ കാണിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവള് ഈ സഹോദരിമാർ അങ്ങോട്ട് പോകും, അതിട് ആ കടയിലിരിക്കുന്ന സർവ്വ തുണികളും വാരി താഴെയിടും. എന്നിട്ട് നീ ഇറങ്ങി അങ്ങ് പോകും. ആ പാവപ്പെട്ടവൻ അത് മുഴുവനും തിരിച്ചെടുത്ത് വെക്കുമ്പോൾ നീ ആലോചിച്ച് നോക്കൂ സഹോദരി, ആദ്യത്തെ ആഴ്ച പർച്ചേഴ്സിന്, രണ്ടാമത്തെ ആഴ്ച കൊണ്ടുപോയി ഇട്ട് നോക്കിയിട്ട് ചേരുന്നില്ല, തിരിച്ചു കൊണ്ടുകൊടുക്കൽ. അള്ളാഹു ആലം പടച്ചോ നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ കരുണ ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു ഒരു പരീക്ഷണം തന്ന ക്ഷമിക്ക്, സഹിക്ക്, അള്ളാഹിനോട് ശുക്ർ ചെയ്യ്. അള്ളാഹു നമുക്ക് ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. എന്തു പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയാൻ പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ അള്ളാഹ് ഒരു പെണ്ണിന് കൊടുത്ത പ്രതിഫലം ഞാൻ പറയാം. ഒരു പെണ്ണ് ഒരൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ ആ പെണ്ണിന് അള്ളാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും ഭാര്യയും ഭർത്താവാ. ഒരു മകനുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തൻ്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തൻ്റെ ഭാര്യയുടെ കയ്യിലൊരു കൊടുത്തിട്ട് പറഞ്ഞു, മകനെ നോക്കിക്കൊള്ളാൻ. മകനോട് വല്ലാത്ത സ്നേഹമായി. എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാ നടക്കാറ്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഭർത്താവ് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തൻ്റെ പൊന്നാര മകന് പനി പിടിപെട്ടു. തൻ്റെ പൊന്നാര മകന് പനി വന്നു. എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും തൻ്റെ പൊന്നാര മകന്റെ പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഭർത്താവ് നാട്ടിലില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. മകന് പനി കൂടി അവസാനം തൻ്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു പോയി. തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് നാട്ടിലില്ല, തൻ്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയിരിക്കുക. നീയാണെങ്കിൽ എന്ത് ചെയ്യും? ഉമ്മു സുലൈം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് സങ്കടപ്പെട്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു, നബി, എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ മരണപ്പെട്ടു പോയി, വാപ്പ നാട്ടിലില്ല, എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മു സുലൈം, നീ ക്ഷമിക്ക്, നീ ഇന്നാലില്ലാഹി പറ, അൽഹംദുലില്ലാ പറ. ഉമ്മു സുലൈമിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത്, നീ ക്ഷമിക്ക്, അള്ളാഹുടെ പരീക്ഷണമല്ലേ, നീ ക്ഷമിക്ക്, അള്ളാഹു നിനക്ക് അൽഹംദുലില്ലാ പറ, അള്ളാഹു നിനക്ക് പ്രതിഫലം തരും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല ചോദിച്ചു, ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്താ ചെയ്യേണ്ട? മകൻ ഭർത്താവ് വരുന്നത് വരെ ജനാസ വെക്കണോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, കുളിപ്പിച്ചു ഖബറടക്കണം. അങ്ങനെ തൻ്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു, അവിടെ നിന്ന് ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാളെ വീട്ടിലേക്ക് മടങ്ങി വരും. ഉമ്മു സുലൈമിന് വല്ലാത്ത സങ്കടം. വാപ്പായിക്ക് മകനെന്ന് പറഞ്ഞ ജീവന. അപ്പൊ തൻ്റെ മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് വരുമ്പോ എങ്ങനെ അല്ലാഹ് പടച്ചവനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുക? വല്ലാത്ത സങ്കടം. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല രാത്രി മുഴുവൻ ഇങ്ങനെ ചിന്തിച്ചു കിടന്നു. നേരം വെളുത്തു, കുളിച്ചു ഒരുങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വൈകുന്നേരമായപ്പോൾ കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. മകൻ മരിച്ച വാർത്തയൊന്നും പറഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. ഭർത്താവ് വീടിന്റെ അകത്ത് കടന്നു വന്നു. കുളിക്കാൻ വെള്ളം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മു സുലൈം, എന്റെ പൊന്നുമോനെവിടെ? ഉമ്മു സുലൈം അവിടെ നിന്ന് കള്ളം പറയുകയാണ്. തന്റെ മകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്.
അല്ലാഹുവേ തന്റെ ഭർത്താവിന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു ഉമ്മു സുലൈം ചിന്തിക്കുകയാണ്, തന്റെ ഭർത്താവ് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ, ആഗ്രഹമുണ്ടാകുമല്ലോ. തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആഗ്രഹം അവിടെ നിന്ന് സാധിപ്പിച്ചു കൊടുക്കുകയാ. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിന്റെ മുകളിൽ തല വെച്ച് കിടക്കുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, തൽഹ, എനിക്കൊരു സംശയമുണ്ട് തൽഹ, എനിക്കൊരു സംശയമുണ്ട് തൽഹ. എന്തേ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഒരാൾ അമാനത്തായി ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ദീനുള്ള പെണ്ണുങ്ങൾ എങ്ങനാണ്, ഈമാനുള്ള പെണ്ണുങ്ങൾ എങ്ങനാണ്, അവരെടുത്ത് ചാടി പറയാറില്ല. അവിടെ നിന്ന് ഉമ്മു സുലൈം അതാ ബുദ്ധിപൂർവമായിട്ട് ചോദിക്കുകയാണ്, ഒരാള് അമാനത്തായി ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? എന്തൊരു ചോദ്യമാ പെണ്ണ്, അമാനത്തായി തന്നതാണല്ലോ, അത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഉമ്മു സുലൈം അങ്ങ് കരയുകയാണ്. അബൂ തൽഹയുടെ മറുപടി കേട്ടപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത് തൽഹ? അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന പൊന്നുമോന് അല്ലാഹു തിരിച്ചെടുത്തു തൽഹ. നമ്മുടെ പൊന്നുമോനും മരിച്ചുപോയി തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പൊന്നാര മകനും മരിച്ചിരിക്കുന്ന വാർത്ത അറിയുകയാണ്. പടച്ചവനെ, വല്ലാത്ത സങ്കടമായടോ, വല്ലാത്ത സങ്കടമായടോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വേദനയായി. എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? എന്റെ മകൻ മരിച്ച വാർത്ത ഈ വീട്ടിൽ വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതാ പടച്ചവനെ, ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, എനിക്ക് ഉമ്മു സുലൈമിനെ വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കാരണം എന്താണെന്ന്? എന്റെ മകൻ മരിച്ച വാർത്ത പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാണ്. അവിടെന്ന് ചോദിച്ചു, അബൂ തൽഹ, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര മകന് മരിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ വേദന മാതാവിനാണല്ലോ. ആ വേദന മുഴുവനും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് അതാ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന നിന്നോട് വന്ന ഉടനെ അത് പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തിയില്ലല്ലോ. നിനക്ക് കഴിക്കാൻ ഭക്ഷണം തന്നല്ലോ, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്നല്ലോ. ആ വേദന മുഴുവനും ഒറ്റയ്ക്ക് കടിച്ചമർത്തി നിർത്തിയ ഇതുപോലെ ഒരു പെണ്ണിനെ അല്ലാഹു നിനക്ക് ഭാര്യയായി തന്നില്ലേ? അബൂ തൽഹയോട് പറഞ്ഞു, തൽഹ, ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് അബൂ തൽഹ, ഒരു സന്തോഷമുണ്ട് അബൂ തൽഹ. ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടല്ലോ, അല്ലാഹു നിനക്കൊരു മകനെ തരും അബൂ തൽഹ. അല്ലാഹു അതിനു പകരം നിനക്കൊരു മകനെ തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ പടച്ചവനെ, അതാ ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. പെങ്ങളെ, ഉമ്മു സുലൈം ഗർഭിണിയായി. അവസാനം 9.5 മാസം കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ. അവിടെ നിന്ന് പ്രസവിച്ചു കഴിയുമ്പോ അബൂ തൽഹ പറഞ്ഞു, പാല് കൊടുക്കല്ലേ, പാല് കൊടുക്കല്ലേ. തന്റെ പൊന്നാര മകനെ എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ആ ചോര പൈതലുമായിട്ട് ഓടുന്ന നബിയേ, എനിക്ക് അല്ലാഹു സമ്മാനം തന്ന നബിയേ,
എനിക്ക് അല്ലാഹു സന്തോഷം തന്നു നബിയേ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. നബി തങ്ങളാണ് പടച്ചവനെ മധുരം തൊട്ട് കൊടുത്തത്. ഈത്തപ്പഴം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാന്റെ റസൂലാണ് മധുരം കൊടുത്തത്. അള്ളാന്റെ റസൂലാണ് അബ്ദുള്ള എന്ന് പേര് വെച്ചത്. ആ പൊന്നുമോന്, ആ ഉമ്മു സുലൈമിന്റെ മകന് അള്ളാന്റെ റസൂൽ അബ്ദുള്ള എന്ന് പേര് വെച്ചു. നബി തങ്ങൾ മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുള്ള വളരുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടുന്ന് അബ്ദുള്ള ഹാഫിളായി. അബ്ദുള്ളയ്ക്ക് പ്രായപൂർത്തിയായി. അവിടുന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ 12 മക്കളുണ്ടായി. ആ 12 മക്കളും അവരുടെ തലമുറകൾ മുഴുവനും ഹാഫിളീങ്ങളായി. ഒരൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുത്ത പ്രതിഫലഭാവങ്ങള്, ഒരൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്. ഈ ചരിത്രം ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. ആ കുടുംബം മുഴുവനും ഖുർആനിന്റെ അഖിലുകാരായി മാറി. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ നിങ്ങൾ ക്ഷമിച്ചാ, നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇനി നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മണിക്കൂറുകളിൽ അല്ലാഹുവിന്റെ കരുണ ലഭിക്കാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ സഹോദരാ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ സഹോദരി. ഇത് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ കരുണ ലഭിക്കുകയാണ്. പടച്ചവനെ 12:30 6:37 വരെ സമയമുണ്ട്. ഈ സമയത്തിൽ ഏറ്റവും കൂടുതൽ നിന്റെ നാവ് കൊണ്ട് പറയേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇസ്തിഗ്ഫാർ പറയുന്നതിലൂടെ അല്ലാഹുവേ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ആ പറയുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകും. അല്ലാഹുവിന്റെ കരുണ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ഉസ്താദന്മാരുടെ വഴുത് കേട്ടാ കണ്ണു കുടിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനും മരണമുണ്ടില്ലേ, കവറുണ്ടില്ലേ, നന്നാകും. ചിലരുടെ വഴുത് അങ്ങനെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു കള്ളുകുടിയൻ അള്ളാഹു വിചാരണ ചെയ്യുമത്രേ. ഒരു കള്ളുകുടിക്കുന്ന ഒരാൾ അള്ളാഹു വിചാരണ ചെയ്തിട്ട് അള്ളാഹു ചോദിക്കും, കള്ളൊക്കെ കുടിച്ചില്ലേ? കുടിച്ച് റബ്ബേ. തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു പോയി പടച്ചവനെ. പോട്ടെ, സ്വർഗത്തിൽ പോടാ എന്ന് പറഞ്ഞ് അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും. ആ കള്ളുകുടിയനായ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവൻ നന്നായതൊരു ഉസ്താദിന്റെ വഴുത് കേട്ടിട്ടാ. ഈ കള്ളുകുടിയൻ നന്നായതൊരു ഉസ്താദിന്റെ വഴുത് കേട്ടിട്ടാ. അപ്പൊ ആ ഉസ്താദിനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നു. ആ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഈ ചങ്ങാതി ഒന്ന് നിൽക്ക് ഉസ്താദെ, എടോ നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഉസ്താദെ, ഞാൻ നന്നായി, എനിക്ക് സ്വർഗം, നിങ്ങൾ എന്താ നരകത്തിൽ പോണേ? ആ കള്ളുകുടിയനായ മനുഷ്യൻ ചോദിക്കാൻ, നിങ്ങളുടെ വഴുത് കെട്ടിട്ടാണ് ഞാൻ നന്നായത്, എനിക്ക് സ്വർഗം കിട്ടി, നിങ്ങൾക്ക് നരകോ? അപ്പൊ ഉസ്താദ് പറയുന്നൊരു മറുപടി ഉണ്ട്. ഇതെന്നറിയോ? ഞാൻ മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിക്കാറേ ഉള്ളൂ, ആ പറയുന്നതൊന്നും ഞാൻ ചെയ്യാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഴുത് കിട്ടുമ്പോൾ നിസ്കരിക്കണം, സദക്ക കൊടുക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, ഇതൊക്കെ ഉസ്താദ് പറയണം. ഉസ്താദിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ലാതെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ വഴുത് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക, പടച്ചവനെ ഈ കേൾക്കാൻ വന്നവരൊക്കെ പറയണം, സൂപ്പർ വഴുത്, സിറാജിൻ്റെ വഴുത് കൊള്ളാം എന്ന് നിങ്ങൾ പറയണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ പ്രസംഗിച്ചതെങ്കിൽ ഈ 1 മണിക്കൂറും 40 മിനിറ്റും വെറുതെ ആയിപ്പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഞാൻ ആഗ്രഹിക്കുക നിങ്ങളൊക്കെ പറയണം, സിറാജിൻ്റെ പ്രസംഗം കൊള്ളാമെന്ന് എല്ലാവരും പറയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ പ്രസംഗിച്ചതെങ്കിൽ ഈ കുരച്ചത് കൊണ്ട് ഞാൻ നരകത്തിലേ പോത്തുള്ളൂ, അല്ലാതെ സ്വർഗത്തിൽ പോവില്ല. അള്ളാഹു നോക്കുന്നത് അങ്ങനെ. ഒരു ഉസ്താദ് വെള്ളിയാഴ്ച ജുമഴയ്ക്ക് അള്ളാഹിനെ കുറിച്ച് പ്രസംഗിക്കുക.
നിങ്ങൾക്ക് ബോറടിക്കണണ്ട? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എന്താ പറയണേ? ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. ഇനി ഏത് തലപോകുന്ന വിഷയമാണെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. അന്ന് രാത്രി ഒരാൾ മോഷ്ടിക്കാൻ പോയി. മോഷ്ടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വീട്ടുകാരുണന്നു, അവർ ബഹളം വെച്ചു, നാട്ടുകാർ മൊത്തം ഉണന്നു. ഇവൻ്റെ പുറകിലോടി, ഇവനാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുക. നാട്ടുകാർ മുഴുവനും കള്ളനെ പിടിക്കാൻ വേണ്ടി പുറകിൽ തല്ലിക്കൊല്ലാൻ വേണ്ടി ഓടുക. ഈ ചങ്ങാതി ഓടി 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 ഒരു പുഴയുടെ മുമ്പിലെത്തി. മുമ്പിൽ നല്ല ഒഴുക്കുള്ള പുഴ, നാട്ടുകാർ തല്ലിക്കൊല്ലാൻ പുറകിൽ വരുന്നു. അപ്പം ഈ കള്ളൻ ഇങ്ങനെ ഉസ്താദിൻ്റെ ജുമാ പ്രസംഗം ഓർത്തു. ഉസ്താദ് അന്ന് ജുമയ്ക്ക് പ്രസംഗിച്ചത് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കുന്ന. ഈ ചങ്ങാതി ആ പുഴയുടെ മുമ്പിൽ നിന്നിട്ട് പടച്ചവനോട് പറഞ്ഞു അത്രേ, അല്ലാ ഞാൻ ചെയ്തത് തെറ്റാ അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഉസ്താദ് ഇന്ന് ഉച്ചയ്ക്ക് പ്രസംഗിച്ചു, ഏത് പ്രതിസന്ധിയിലും നിന്നോട് ചോദിച്ചാൽ നീ സഹായിക്കും. അല്ലാ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ഈ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങി. റോഡിൽ കൂടെ നടന്നു പോലെ ഈ ചങ്ങാതി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയി. അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തി. ഇയാൾ പള്ളിയിൽ ചെന്നിട്ട് ഉസ്താദിൻ്റെ അടുക്ക പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് സത്യവാ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രി ഞാനിങ്ങനെ ഓടി വെള്ളത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ റബ്ബിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ നടന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയി. ഉസ്താദിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു കള്ളനായ ഇവന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എങ്ങനെയാ? ഉസ്താദ് ആരും അറിയാതെ രാത്രി വെള്ളത്തിൻ്റെ അടുത്ത് പോയി പുഴയുടെ ചാരത്ത് എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ അല്ലാ ഞാൻ ഇറങ്ങാൻ പോവാ, എന്നെ നീ സഹായിക്കണേ അല്ലാ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാടോ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു നോക്കും, ഇഖ്ലാസിൽ നോക്കും. ആ കള്ളനുണ്ടായിരുന്ന ഇഖ്ലാസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓനുണ്ടായ ആ ഒരു ഇഖ്ലാസ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ നാളെ വരുമ്പോൾ എല്ലാവരും ഒരു യാസീൻ ഓതി നേരത്തെ വരിക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അൽഹംദുലില്ലാ നമുക്ക് യാസീനിൻ്റെ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഇത് നബിതങ്ങൾ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്ത സാധാരണ ഉപദേശമല്ല. ആ ഉപദേശം അത്രത്തോളം നബിതങ്ങൾ ആ സഹാബിയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത ഒരു വസിയ്യത്താണ്. ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഒരു ദുആ പറഞ്ഞു തരാൻ ചെയ്യുവോ? നമ്മൾ മദ്രസയിൽ പഠിക്കണ കാലം മുതൽ പഠിക്കണ ഒരു അറിവല്ലേ, ബാങ്ക് വിളിക്കണ സമയത്ത് സംസാരിക്കാൻ പാടില്ല, അവൻ്റെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ബാങ്ക് വിളിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് പറയണം. ആ സ്വലാത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദി വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ അവനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആര് കൊണ്ടുപോകും? നബിതങ്ങൾ പറയുന്നു, ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ആ ദുആ ആര് ദുആ ചെയ്യുന്നുണ്ടോ അവൻ ആര് സ്വർഗത്തിൽ കൊണ്ടുപോകും? നബിതങ്ങൾ തന്നെ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതായാണ് ആ ദുആയുടെ മഹത്വം. ആ ബാങ്കിൻ്റെ ദുആയുടെ മഹത്വം അതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ദുആ ചെയ്യണം ഇനിയെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ ജവാബല്ലാതെ വേറൊന്നും പറയാൻ പാടില്ല. ബാങ്ക് വിളിച്ചതിന് ശേഷം നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞിട്ട് ഈ ദുആ ചെയ്താൽ വജബതു ലഹു ശഫാഅത്തി, നബിതങ്ങളുടെ ശഫാഅത്ത് അവന് ലഭിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത വഖത്ത് മുതൽ അത് സൂക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമുറഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്.
അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്ലിസിലില്ല റഹ്മാനെ. നോമ്പ് പിടിച്ചിട്ട് ഈ നട്ടുച്ച സമയത്ത് നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അള്ളാഹുവേ റഹ്മത്തിൻ്റെ 10 ഞങ്ങളിൽ നിന്ന് വിട പറയുന്നു പടച്ചവനെ. അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം പടച്ചവനെ. നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പടച്ചവനെ. അള്ളാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. നീ ഞങ്ങളോട് ദയ കാണിക്കണേ അല്ലാ. നീ ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ. കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാ. പടച്ചവനെ തൊണ്ട വറ്റി വരണ്ട ഈ സമയത്ത്, ഈ നട്ടുച്ച സമയത്ത് നിന്റെ മുമ്പിൽ ഞങ്ങൾ യാചിക്കുന്നു പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങളുടെ പാപം മുഴുവനും നീ പൊറുക്കണേ പടച്ചവനെ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഖബറിനകത്ത് കിടന്നിട്ട് യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ അല്ലാ. രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അള്ളാഹുവേ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. സ്വന്തം മക്കൾ നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ. അല്ലാ എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാനെ. ഈമാനുള്ള മരണം തരണേ പടച്ചവനെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ പടച്ചവനെ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലോ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ. അള്ളാഹുവേ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കളാക്കല്ല അല്ലാ. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ല അല്ലാ. അള്ളാഹുവേ ഈ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഉമറായിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ അതിഥികളായി വന്നവരെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രായമുള്ളവർക്ക് നീ ആഫിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല പടച്ചവനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല റഹ്മാനെ. അറുത്ത് മുറിക്കല്ലേ പടച്ചവനെ. കണ്ണുനീര് കുടിപ്പിക്കല്ല തമ്പുരാനെ. ആ സഹോദരിമാരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുബെ മൈക്കസ്വറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. ഇതിൻ്റെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അള്ളാഹുവെ എല്ലാം നിന്റെ ദീനിന് വേണ്ടിയാണ് പടച്ചവനെ. ലക്ഷ്യങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. നോമ്പിന് തടസ്സമാകുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ.
ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. അള്ളാഹുവെ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ, ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും നീ പ്രതിഫലം തരണേ അല്ലാ. വന്ന വഴി അത്രയും നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ല പടച്ചവനെ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിലെങ്കിലും നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, റബ്ബേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. അള്ളാഹു, ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദിവസമാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ഇവിടെ നടക്കുന്ന ദുആ മജ്ലിസിന് മുമ്പ് ഞങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.